ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട ആൾക്കാരെ പല സ്ഥലങ്ങളിലും പോസ്റ്റ് ചെയ്ത സമയത്ത് ഞങ്ങളെടുക്കുന്ന നിലപാടുകൾ ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് വരിക. അപ്പം നിലപാട് എന്ന് പറയുന്നത് പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അതിനെ അന്നേരം മാത്രമേ ഊന്നി പറയേണ്ട കാര്യമുള്ളൂ. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ? അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഹണിമൂൺ പീരീഡ് അല്ലേ എന്ന് പറയുകയാണ്. അപ്പം ആരോ ഡിബേറ്റ് പറയുന്നുണ്ടായിരുന്നു, മാധുവിൻ്റെ ഡിബേറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇന്നലെ അരുൺകുമാറാണെന്ന് തോന്നുന്നുണ്ട്. അരുൺകുമാർ പറയുന്നുണ്ട് ഹണിമൂണിന് അളിയനെയും കൂട്ടി പോകുന്ന ആൾക്കാരെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളത്. അപ്പം സിനിമ കണ്ടിട്ടില്ല അവരാരും. അത് മിഥുനം അതെ അതെ, അപ്പം കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ ഈ ബൈബിളിലൊരു വാക്കുണ്ട്, എന്താ പറയണ്ടേ, നിന്നെ അളക്കുന്ന കോല് കൊണ്ടായിരിക്കും നിന്നെ അളക്കുക, നീ അളക്കുന്ന കോല് കൊണ്ടായിരിക്കും നിന്നെ അളക്കുക, നീ വിധിക്കുന്ന വാക്കുകൾ കൊണ്ടായിരിക്കും നിന്നെ വിധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് സണ്ണി ജോസഫ് മനസ്സിലാക്കി വെച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ എന്തിനു മേലെയായിരുന്നു എന്നറിയോ? അപ്പം ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഈ ശ്രീമതി ടീച്ചറിൻ്റെ മരുമകൾ അടുക്കളയിൽ ജോലിക്കാരിയായി കയറിയതാണ്. അടുക്കളയിൽ അതായിരുന്നല്ലോ ആദ്യത്തെ ബന്ധു നിയമനം പ്രശ്നം ഉണ്ടാക്കിയത്. ഇതായിരുന്നു അടുക്കളയിൽ പോലും ജോലിക്കാരെ ബന്ധു നിയമനമായി, നിയമസഭയിൽ പ്രശ്നമായി, വലിയ വിവാദമായി, അതിനേക്കാളും അപ്പുറത്തേക്ക് പോയി. ലാസ്റ്റ് ആ അടുക്കളയിൽ ജോലിക്കാരി രാജിവെക്കേണ്ടി വന്നു. പേഴ്സണൽ സെക്രട്ടറി അല്ലേ, പ്രൈവറ്റ് സെക്രട്ടറി പോസ്റ്റിലല്ല, അടുക്കളയിലാണ്. അത് ആദ്യത്തെ മന്ത്രിസഭയിൽ ആദ്യത്തെ വർഷത്തിൽ തന്നെ വന്നു എന്നുള്ളതാണ്. അവിടെ ഹണിമൂൺ പീരീഡ് ഒന്നും ആരും നോക്കിയിട്ടില്ല കേട്ടോ. അടുക്കളയിൽ പോലും നിയമനം കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് സമ്മതിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പി കെ സുധീറിനെ പിന്നെ ജയരാജൻ്റെ വകുപ്പിലല്ല, ശ്രീമതിൻ്റെ മകനാണ്, അത് വേറെ വകുപ്പിലാണ്, ജയരാജൻ്റെ വകുപ്പിലാണ് അപ്പോയിൻറ്റ് ബന്ധുവാണ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വലിയ പ്രശ്നം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഈ KT ജലീലിൻ്റെ ബന്ധുവിനെ 2018 വെച്ചു. ലീഗ് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി, നിയമസഭയിലുണ്ടാക്കി, മലപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ജലീലിന് പറ്റിയില്ല, വലിയ പ്രശ്നം ഉണ്ടാക്കി. രാജിവെച്ചത് മാത്രമല്ല, ഹൈക്കോടതിയിൽ പോയി, പിന്നെ അത് നമ്മുടെ സുപ്രീം കോടതി പോയി. അപ്പോൾ അത് വലിയ രീതിയിൽ കോടതി ഇടപെട്ടു. ലാസ്റ്റ് മന്ത്രിസ്ഥാനം പോയി. 2 മന്ത്രിസ്ഥാനമാണ് EP ജയരാജൻ, CPM-ൻ്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്. KT ജലീലും 2 മന്ത്രിമാർ രാജിവെച്ചു. കുറേ നാളുകൾ നിയമസഭ പ്രക്ഷുബ്ധമായിരുന്നു ഈ കേസിൻ്റെ മേലെ. ഇതിനെ വളരെ കൂളായിട്ടാണ് കേട്ടോ കൈകാര്യം ചെയ്യുന്നത്.